ഇതാ മറ്റേ വരെ കൊടുക്കേണ്ട സാധനം കേട്ടോ. നിങ്ങൾക്ക് മതളയിക്കണം. മതളക് വെയിറ്റ് തന്നെ വെയിറ്റ് മുടിയത്തോടെ പിടിച്ചിട്ട് മീനുകൾക്ക് കിടപ്പിക്കണ്ട ഒന്നെടുക്കാൻ വിളിച്ചിട്ട് നിങ്ങളെ പോരാട്ടം കേട്ടോ. അപ്പോൾ നമ്മൾ തണ്ടാടി വല കെട്ടാൻ വേണ്ടിയിട്ട് രാത്രി നമ്മൾ പുഴയ്ക്ക് ഇറങ്ങി കേട്ടോ. ഇന്നലെ നല്ല മഴ പെയ്തിരുന്നു, പക്ഷെ ഇന്ന് നല്ല മഴക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ പുഴയുടെ ഈ ഭാഗത്ത് പറഞ്ഞാൽ കുറച്ച് കുണ്ടുള്ള ഏരിയയാണ്, പക്ഷെ ഒരു തുരുത്താണ്. ഇപ്പോൾ നല്ല മീനുള്ളൊരു ഏരിയയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് നല്ല കുണ്ടിക്ക് ഇറങ്ങില്ല. നമ്മൾ മാക്സിമം പോകാൻ പറ്റുന്ന ഒരു ഏരിയ വെച്ചിട്ട് നമ്മൾ തണ്ടാടി കെട്ടാൻ പോവാണ്. നിങ്ങളല്ലേ കിട്ടിയ സാധനം കിട്ടിയോ? അപ്പം നമ്മുടെ അടുത്തുള്ള വല 2 എണ്ണി വല കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെറിയ മീനൊന്നും കുടുങ്ങില്ല, കുടുങ്ങുന്നുള്ളത് കുറച്ച് വലിയ മീൻ തന്നെ ആവും. അപ്പം എന്തായാലും നമ്മൾ വല ഇട്ട് വെച്ചിട്ട് 2-3 മണിക്കൂറായി. ഇപ്പോൾ സമയം 10 മണിയായി. അപ്പം നമ്മൾ വല വലിച്ചൊക്കെ പോവാണ്. കല്ലുമണ്ണിട്ട് പോകുന്നു. ആണിയോ? സംഭവം എന്താ അറിയോ, വലയുടെ പാട് നോക്കി വല പോയിണു. നമ്മള് വല ഇട്ടേല് കുറച്ച് വെള്ളം കൂടി, ഷട്ടർ തുറന്നു. അപ്പോൾ ആ വെള്ളം വന്നേല് വല ഒരു ഭാഗം പൊട്ടിയിട്ട് പുഴയുടെ സെൻറ്ററിലേക്ക് വല വലിച്ചു വയ്ക്കുന്നു. ഇനിയിപ്പോൾ വലിച്ചെടുക്കുകയാണ്. നീന്തി പോയി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, കാരണം ഭയങ്കര ആഴമുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ വല വലിക്കാൻ പോവാണ്. അതായത് നമ്മൾ കൂടുതൽ കുണ്ടിക്കറാൻ കഴിയില്ല, നമ്മൾ കുറച്ച് കരപ്പത്ത് നിന്നിട്ട് വല വലിച്ച് കയറ്റാൻ പോകട്ടോ. വമ്പസാന തോന്നുന്നു. അവിടെ നിന്ന് പഠിച്ചല്ലോ. അടി കിട്ടുന്നില്ല. അത് വലിയ കണ്ണി പൊട്ടിലിട്ടോ പഴുത്തോലി വാലക്കാകെ കീറി പണ്ടറയില്ലേ. ഞാൻ പുള്ളിയിൽ പോരുമ്പോഴൊക്കെ വല ഉണ്ടോ? കാനാണ് വല. നല്ല വെയിറ്റാണ്. മീൻ തന്നെയാണ്. എന്നെ പോയിരുന്നു. ഏത്? ആ പോയിക്കോട്ടെ. വേറുണ്ട് വലുതുണ്ട്. കിടക്കാൻ സമ്മതിക്കണ്ട അല്ലാണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന മീനുകളൊക്കെ പറഞ്ഞാല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ മീനുകളാട്ടോ. വെയിറ്റ് തന്നെ വെയിറ്റ് അതാണ് അവിടെ കൂട്ടി പിടിച്ചോക്ക്. അഞ്ഞൊരു വലി ഈ വല പൊട്ടിയിട്ട് വലയുടെ ഒരു ഭാഗം കിടക്കുന്നത് പുഴയുടെ സെന്ററിലാട്ടോ. അപ്പോൾ നീന്തി പോയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇക്കര എന്നിട്ട് വല ഫുള്ളായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. കിടപ്പിക്കണ്ട ഒന്നെടുക്കാൻ വിളിച്ചിട്ടോ. ഇതിന് പോയിട്ട് ഓരോ മൈൽ പോയിട്ട് കൂടി ഇവിടെ ഒന്നുണ്ട്. അതിൻ്റെ അടിയുണ്ടോ? ഫുള്ള് തന്നെ ഉള്ളു. എന്തോ വിചാരിച്ചു നമ്മൾ ഇത്ര കാലം പൊട്ടത്തര ചെയ്തിരിക്കുന്നത് വേറൊന്നുമല്ല. നല്ല സാധനം പുറത്താ.
ഈ ഒരു ഏരിയയില് സീസൺ ഇല്ലാണ്ട് മീൻ എമ്മാരി പട സാധനങ്ങളല്ലേ? നല്ല മണൽ അവിടെ കല്ലുള്ള ഭാഗമാണ്. ഇവിടുന്ന് ഇവിടെ കൊണ്ടുവട്ടെ വലയിലേ കല്ലുള്ളോടത്ത് വല ശരി വല കൂട്ടി പഞ്ഞു കഴിഞ്ഞപ്പോൾ അതെന്റെ കൂടി ഉണ്ടെന്ന് എങ്ങനെ എടുക്കുക? മറ്റൊന്ന് വെള്ളത്തിലല്ലേ പഞ്ഞി എടുക്കല്ലേ വീഡിയോ എടുത്ത കുതിയില്ല കേട്ടോ. ഈ ടെക്നിക്ക് അറിയില്ല. എല്ലാരും ഈ ഷട്ടർ താത്തിയാൽ ഉള്ള ടെക്നിക്കല്ല അറിയുള്ളൂ. ഈ ടെക്നിക്ക് അറിയില്ല. കിട്ടൂല. അങ്ങനത്തെ നോക്കാനായി ഒരുപാട് വലകളായി. എടാ വലക്കണ്ണെക്കാട്ടിയും വീതിയുള്ള മീനാണ്. പിന്നെ തലയാണ് കുടുങ്ങണത്. കേറിട്ടേ പിന്നെ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല സാധനം വിരിയാണേ. ചെകളപ്പൂവേ കണ്ണി കൂടെ എടുക്കാൻ നോക്കി കഴിഞ്ഞ സാധനം എന്താ മുതലേ. അത് ഒക്കെ അങ്ങനത്തെ ഏകദേശം ഒക്കെ റേഞ്ച് പറഞ്ഞ ഒരു കൗതുകമായി തോന്നിയപ്പോഴാണ് ലൈഫില് എപ്പോഴും പറയും ഒക്കെ ഒരേ വലിപ്പമാണ്. ഒരു അനുഭവമാണ്. ഫോട്ടോ അപ്പൊ നമുക്ക് കിട്ടിയ മീനട്ടത്ത് പോലെ വേറെ മീനൊന്നും ഇല്ല. ഒക്കെ ഒരേ ഐറ്റം കുടിക്കണം അധികം. ഇനി ഒരു വലയും കൂടി എടുക്കാണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ചാണ്. മറ്റേ വല എടുത്തിട്ടും മീൻ നോക്കിയിട്ടില്ല നമ്മള്. അപ്പൊ മീൻ നോക്കണം. അപ്പൊ ശരി എന്നാ. മറ്റേ എടുത്ത് ഇങ്ങോട്ട് വരാം. ഡ്രസ്സൊക്കെ അവിടെ എങ്ങനെയാണ്ട് ഇറങ്ങി പോകാനുള്ള